നിമിഷം ഇപ്പോൾ ലോറി ഉടമ മനാഫ് നോക്കുമ്പോൾ മനാഫ് ഇന്ന് ഈ ദൗത്യം ഏറെ വൈകിപ്പോയോ? രാവിലെ തുടങ്ങാമായിരുന്നില്ല, എന്താ പറ്റിയത് അവിടെ? എന്താ ഇത് വൈകിപ്പോയി. എന്തായാലും വെള്ളം ഇനി എന്താ പറയാ, വെള്ളം ഇറങ്ങിയ സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറി തുടങ്ങും. അതാണ് അവിടുത്തെ പതിവല്ലേ? അതെ. ഒന്ന് രാവിലെ ഇനിയിപ്പോ രണ്ടാമത്തെ ഇപ്പൊ ഒരു ഡ്രൈവറും കൂടി ഇപ്പൊ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ആകെ മാൽപ്പേടക്കം 4 പേരാണോ ഇന്ന് ഇറങ്ങുന്നത്? അതെ, അതില് ഇനി ഓരോരുത്തരായിട്ടാണ് ഇറങ്ങണത്. ഇപ്പൊ രണ്ടാമത്തെ ഡ്രൈവർ ഇപ്പൊ ഇറങ്ങും. രാവിലെ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നോ മാൽപ്പയ്ക്ക്? എന്തുകൊണ്ടാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇറങ്ങാൻ കഴിയില്ല എന്നൊരു നിലപാടുണ്ടായത്? 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണ്. ഇവിടെ രാവിലെ ബാക്കിയുള്ള എല്ലാരും വിചാരിക്കുന്നത് ഈസി ആയിട്ട് ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാരും വിചാരിച്ചത്. എനിക്കിത് മുൻകൂട്ടി അറിയാന് ഇത് ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ ചാനലുകാരോടും പറഞ്ഞിരിക്കണേ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ഇപ്പം വരും എന്നുള്ളത്. ഹലോ, അനാവശ്യമായിട്ട് പത്രക്കാരൊക്കെ മാറ്റി ഉന്തുന്നള്ളൊക്കെ ഉണ്ടായി. നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ കാര്യങ്ങള് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ അന്വേഷിക്കുന്നത് നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഡൈവേഴ്സ് കൂടുതലായി ഇറങ്ങുന്നതുകൊണ്ട് ഇന്ന് തന്നെ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ നല്ല വാർത്ത പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതെ അതെ, നോക്കാം. ഇപ്പോൾ ഈ മാൽപ്പേ സ്വന്തം നിലയിലാണോ ഇറങ്ങിയത്, അതോ അനുമതി ലഭിച്ചിട്ടാണോ? സ്വന്തം ഒരു അനുമതി ഇല്ലാതെ ഇറങ്ങി. പോലീസിന്റെ ഒരു സഹായം കൂടിയും കിട്ടിയത്. അതായത് ഡിവൈഎസ്പി കുറച്ച് നല്ലൊരു മനുഷ്യനാണ്. അയാളൊരു സഹായം കൊണ്ടാണ് ഇപ്പൊ ഇറക്കിയത്. ഹലോ, അല്ലെങ്കിൽ കളക്ടറെ കാത്തിക്കഴിഞ്ഞു. കളക്ടറൊക്കെ കാത്തു നിൽക്കുക അറിയുമ്പോ ഒരു ദുരന്ത സ്ഥലത്ത് കളക്ടറെ കാത്തു നിൽക്കുകയാണ് ഇവര്. ഹലോ, നോക്കിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് ഏത് വിഭാഗമാണ് അവിടെ ഉള്ളത്? അവരാരെങ്കിലും ഈ തിരച്ചിലിനെ സഹായിക്കുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പം പിന്നെ ഈ ഒരു പ്രവർത്തനം കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. ഇത് എനിക്ക് അറിയുന്നതിനോണ്ട് പറയാണ്. ഇത് എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പോകും, പിന്നെ റെഡിയാവും. ആര് പോകുന്നതാണ്? ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ? എസ് പിന്റെ അനിയന്, ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. കളക്ടർ ഒരു ദുരൂഹതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോ എന്താ കൂടുതൽ കാര്യങ്ങൾ അറിയരുതെന്ന് ആർക്കും ഒരു നിർബന്ധമുള്ള കാര്യമുണ്ട്. വെള്ളത്തിലിറങ്ങിയ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വരും, എന്തൊക്കെയാണെന്നുള്ളത് ദുരൂഹതകളെ. ഈ SDRF NDRF ഉദ്യോഗസ്ഥർ സംഘങ്ങൾ ആ സ്ഥലത്തുണ്ട് എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം. അവരിപ്പോഴും ഉണ്ടോ സ്ഥലത്ത്? ഒരിവിടെ കാണാനില്ല. SDRF ആണ്. NDRFനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പം ഇവര് ഡൈവ് ചെയ്ത സ്ഥലത്തില്ല. ലോക്കൽ മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടുമായിട്ട് വന്നിട്ട് 2 ബോട്ട് ഇവരെ സഹായിക്കാനായിട്ടുണ്ട്. ഹലോ, അടുത്ത ആളെ ഇറങ്ങാൻ പോവുകയാണ്. ഹലോ, ഓരോരുത്തരായി ഇറങ്ങുകയാണല്ലേ? ഓരോരുത്തരായിട്ട് ഇന്നിപ്പം ഉച്ചയ്ക്ക് ശേഷം ഇനി 2 ആളും കൂടി ഇറങ്ങുള്ളൂ. ഒരു യാത്ര ചെയ്തു വന്നിട്ടുള്ള ക്ഷീണത്തിലാണ്. അടുത്ത ആൾ ഇറങ്ങി കൊടുക്കുകയാണ്. ഇന്നലെ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതിന് എത്രത്തോളം അടുത്താണ് ഈ പരിശോധന, ഇന്നത്തെ പരിശോധന? ഏകദേശം അല്ല, ഇതിപ്പോ ലോറിന്റെ നമ്മളെ ടാങ്കർ ലോറിന്റെ ഭാഗം കിട്ടിയില്ലേ, ആ ഭാഗമാണ് ടാങ്കർ ലോറിന്റെ ഒരു ഡോർ കിട്ടിയില്ല, ആ ഭാഗമാണ് പരിശോധിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൽ ഓയിലിന്റെ അംശമുണ്ട് എന്ന് നേരത്തെ ഫെലിക്സ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടാണ് ഇപ്പൊ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ജലം ഇറങ്ങിയിട്ടുണ്ട്, താഴ്ന്നിട്ടുണ്ട്? ഇനി എത്ര അടി താഴ്ചയിലായിരിക്കാം ഈ ലോറി അടക്കം ഉണ്ടാവുക എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ? ഇനി ഈ വെള്ളംവേലിന്റെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വെള്ളം ഇങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങും. അല്ല, ആ കയറിയ ടൈമിലാണ് ഇന്നലെ ഈശ്വർ മൽപ്പെ വെള്ളത്തിലിറങ്ങിയിട്ട് ആ 3 സാധനങ്ങൾ എടുത്തത്. അപ്പൊ ഇന്നൊരു പക്ഷേ നമുക്ക് കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമായിരിക്കും അല്ലേ? എത്താൻ കഴിയണം. നേരം വെയ്യാലും അതെ, കാലാവസ്ഥ അനുകൂലമാണ്. ഇപ്പൊ നല്ല വെയിലാ. വേറെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ മൊത്തം കാട് ഏരിയ ആണ്. ഈ മറ്റു മലമ്പ്രദേശമാണ്. ഈ മറ്റു ഏതെങ്കിലും ഭാഗത്ത് മഴ പെയ്താൽ തന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ വിസിബിലിറ്റി ഇതാവും. അതാ ഒരു സാധനം കൂടി കിട്ടിക്കുന്നു കേട്ടോ. എന്തോ ഒരു സാധനം കിട്ടിക്കുന്നു വണ്ടിയുടെ.
വണ്ടീന്റെ ഭാഗമായിരിക്കും എന്താ അറിയില്ല, എന്തോ ഒരു സാധനമായിട്ട് ഈശ്വർ മൽപ്പ് വീണ്ടും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് മനാഫ് പങ്കുവയ്ക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈശ്വർ മാൽപെ കരയിലേക്ക് എത്തുകയാണ്, ലോറിയുടെ ഭാഗമാണ് എന്ന് കരുതുന്നു.